ഹലോ എല്ലാവർക്കും ബ്യൂട്ടി ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു വെജിറ്റബിളിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു വെജിറ്റബിളിന് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് സാധാരണയായിട്ട് മിക്കവാറും എല്ലാ ഏരിയകളിലും കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. എന്നാലും ഇതെന്താണെന്ന് അറിയാൻ പോലും പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ഇതിനധികം വിലയൊന്നുമില്ല, വില വളരെ കുറവാണ്. പക്ഷേ ഇതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഒരു വെജിറ്റബിൾ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കൊന്നറിയാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തേക്കുക. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിപ്പീൻസിൻ്റെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിളാണ്. കൂടാതെ നോർത്ത് ഇന്ത്യൻസ്, തമിഴ്നാട്ടുകാർ, ശ്രീലങ്കൻസൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് സ്ഥിരമായിട്ട്. നമ്മുടെ മലയാളികൾ ഇത് അത്ര ഉപയോഗിക്കാറില്ല. നമ്മുടെ നാട്ടിലെത്തിയിട്ട് തന്നെ വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ളവർ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ പെട്ടെന്ന് പിടിക്കുകയും നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ് എന്നും പറയപ്പെടുന്നു. പിന്നെ ഒരുപാട് വിറ്റാമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു വെജിറ്റബിളാണിത്. നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരുപാട് ഘടകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നു. തൈറോയ്ഡ് ഉള്ള ആൾക്കാർ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം തൈറോയ്ഡുള്ള ആൾക്കാർ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താമെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് കുറഞ്ഞ് നല്ല ഒരു നോർമൽ രീതിയിലേക്ക് എത്തിക്കാനായിട്ട്, മരുന്നുകളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാനായിട്ട് ഈ ഒരു വെജിറ്റബിൾ കഴിക്കുന്നതിലൂടെ സാധിക്കുന്നു. ഇത് കൂടാതെ പ്രഗ്നൻ്റ് ആയിരിക്കുന്നവർ ഈ ഒരു വെജിറ്റബിൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രഗ്നൻസിയിൽ നമുക്കുണ്ടാകുന്ന ഛർദിൽ അകറ്റാനായിട്ട് ഈ ഒരു വെജിറ്റബിൾ കഴിക്കുന്നതിലൂടെ സഹായകമാണ്. മാത്രമല്ല ഇതിൽ ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നു. ഇത് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല ഇത് നമ്മുടെ വയറ് ശുദ്ധിയാകാനും നമുക്ക് നല്ല ശോധനം കിട്ടാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു വെജിറ്റബിളും കൂടിയാണിത്. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു നല്ല ഓപ്ഷനും കൂടിയാണിത്. കാരണം ഇത് ഫാറ്റ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ഡയറ്റിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു വെജിറ്റബിളും കൂടിയാണിത്. അപ്പോൾ നമ്മുടെ ബോഡി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടും കൂടെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വെജിറ്റബിളാണിത്. അപ്പോൾ ഇതെവിടെ കണ്ടാലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വാങ്ങിച്ച് ഉപയോഗിക്കുക, വിട്ടുകളയാതിരിക്കുക. പലരുടെയും വിചാരം ഇത് വില കുറവായതുകൊണ്ട് തന്നെ ഒരു ടേസ്റ്റൊന്നും ഇല്ലാത്ത വെജിറ്റബിൾ ആണെന്നാണ്. പക്ഷേ ഇത് വളരെയധികം ടേസ്റ്റുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ. നമ്മുടെ വെള്ളരിയുടെയൊക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളാണിത്. വെള്ളരിക്ക ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. സാധാരണ ഞങ്ങളിവിടെ ഒലത്താണ് ചെയ്യുന്നത്. ചപ്പാത്തിയുടെയൊക്കെ കൂടെ കറിക്കായിട്ട് ഒലത്തിയാണ് തയ്യാറാക്കുന്നത്. കൂടാതെ വെജിറ്റബിളിൻ്റെയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കാം. അതുപോലെ ചാറുകറിയായിട്ട്, മോരിൻ്റെ കൂടെ ചാറുകറിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളെല്ലാവരും. പിന്നെ അതുപോലെ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഇതിൻ്റെ പേര് പറയാൻ ഞാൻ മറന്നുപോയി. ഇതിൻ്റെ പേര് ചൗചൗ എന്നാണ്. പക്ഷേ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത് പല പേരുകളിൽ അറിയപ്പെടുന്നു. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതിനെ എന്ത് പറയുമെന്ന് കമൻസിലൂടെ ഒന്ന് അറിയിക്കുക.